നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ പേജ് വന്നിട്ടുണ്ട്. എന്താ E20 ജനതാ പാർട്ടി എന്നോ അങ്ങനെ മറ്റുമാണ് അതിന്റെ പേര്. മാത്രമല്ല ഒരു ക്യാമ്പയിൻ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അടുത്തത് ഗഡ്കരിയുടെ വിക്കറ്റാണ്. എഥനോൾ പെട്രോൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞതാണ് ഗഡ്കരിയോട് പലർക്കുമുള്ള അമർഷത്തിന്റെ കാരണം. സോ ഗഡ്കരിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഈവൻ മെയിൻ സ്ട്രീം മീഡിയാസിൽ പോലും അതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്തത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് എഥനോൾ പെട്രോൾ എന്നതും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ ഇടപെടണമെന്നൊക്കെയാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ. ഈ എഥനോൾ പെട്രോളുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ ഗവൺമെന്റ് അത് പരിഹരിക്കണം. പക്ഷേ ഈ എഥനോൾ പെട്രോൾ വേണ്ട എന്ന് തീർത്ത് പറയുന്നത് ശരിക്കും പണ്ട് കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു സംശയവും അതിനകത്തില്ല. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത അതേ യുക്തിയാണ് ഇവിടെയുമുള്ളത്. ട്രാക്ടർ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്ന അതേ യുക്തി, ആ യുക്തിയിൽ കൂടെ അല്ലാതെ ഈ വിഷയത്തെ കാണാൻ പറ്റില്ല. എന്തൊരു പുരോഗമനം വന്നാലും അതിനെ ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എതിർക്കുക എന്നത് കുറെ ആളുകളുടെ ഒരു ശൈലിയാണ്. അതിപ്പോ ഈ മോദി വന്നതിന് ശേഷം മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിനെ എതിർത്ത സമരം എങ്ങാനും അന്ന് വിജയിച്ചിരുന്നു എന്ന് കരുതുക. അന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവരാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും അതിനുവേണ്ടി ശ്രമിച്ചവർ രാജിവെക്കുകയും അന്നത്തെ സോകോൾഡ് യുവാക്കൾ അല്ലെങ്കിൽ അക്കാലത്തെ ജെൻസിക്ക് സമാനമായ യുവത തെരുവിലിറങ്ങി തൊഴിൽ നഷ്ടമാകാതിരിക്കാൻ സമരം ചെയ്ത് അത് പൂട്ടിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ മറ്റേ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ നോർത്ത് സെന്റിനൽ ഐലൻഡിലെ മനുഷ്യരെ പോലെയൊക്കെ ജീവിക്കേണ്ടി വന്നനെ. ഇന്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല. കാരണം ഇതെല്ലാം വന്നാൽ അന്നത്തെ സാഹചര്യത്തിലെ തൊഴിൽ നഷ്ടപ്പെടുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ, അതായത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറയുന്നത് പോലെ ഒരു തരത്തിലും യാതൊരു നഷ്ടവുമില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി വരുമ്പോൾ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ആ ടെക്നോളജി വരുന്നതിന് തടയാൻ കഴിയില്ല. അതുപോലെയാണ് എഥനോളിന്റെ കാര്യം പറയുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അതിനെ എതിർക്കുന്നതിന് പകരം അതിൽ ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പരിഹരിക്കാം, ചർച്ചകൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിലെ ആശങ്കകൾ ഗവൺമെന്റ് പരിഹരിക്കേണ്ടതാണ്. പക്ഷേ എഥനോൾ പെട്രോൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാതെ മന്ത്രിയുടെ രാജിയൊക്കെ ആവശ്യപ്പെടുന്നവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തിനാണ് എഥനോൾ പെട്രോൾ ആവശ്യം? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മാത്രമല്ല എഥനോൾ പെട്രോൾ ഉപയോഗിക്കുന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, അതിനകത്ത് അമേരിക്കയുണ്ട്, ബ്രസീലുണ്ട്, ജർമ്മനിയുണ്ട്, UK ഉണ്ട്, കാനഡയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, ചൈനയുണ്ട്, വിയറ്റ്നാം ഉണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങൾ, അർജന്റീനയുണ്ട്. ഇവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തും പല തരത്തിലാണ് എഥനോൾ ഉപയോഗിക്കുന്നത്. അമേരിക്കയിലൊക്കെ E85 പെട്രോളും ഉണ്ട്. അത് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 51% ടു 83% വരെ എഥനോൾ അടങ്ങിയ പെട്രോൾ അമേരിക്കയിലും സ്വീഡനിലും ഫ്രാൻസിലും തായ്ലൻഡിലുമുണ്ട്. E85 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 12% മുതൽ 18% വരെ എഥനോൾ അടങ്ങിയിട്ടുള്ള E12, E18 പെട്രോള് അർജന്റീനയിലുണ്ട്. E10 പെട്രോള് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, ചൈന, വിയറ്റ്നാം, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ പറയുന്ന E10 പെട്രോൾ ഉണ്ട്. മാത്രമല്ല ബ്രസീലിൽ ആരംഭിച്ചിട്ടുള്ള E100, നിയർലി 100% എഥനോളുള്ള E100 എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ലോകരാജ്യങ്ങൾ കൊണ്ടുവരുന്നത്? പ്രത്യേകിച്ച് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ പെട്രോളിയം ഐറ്റങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ കൂടുതലായിട്ട് ഇത് എന്തിനാണ് കൊണ്ടുവരുന്നത്? നമ്മൾ ഈ വസ്തുതയെ വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പല വീഡിയോകൾ ഇതിനു മുമ്പേ ചെയ്തതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇതേ കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇപ്പോഴും ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇന്ത്യക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 85% നമ്മൾ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ കാലവും ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് ജീവിച്ചാൽ മതിയോ? നമ്മുടെ ഇവിടെ എന്തായാലും എണ്ണയില്ല. മറ്റ് മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അത് പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചില കാര്യങ്ങൾ മാറ്റം ഉണ്ടാകുമ്പോൾ ചിലത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അന്നേ വരെ ശീലിച്ച കാര്യമായിരിക്കില്ല. ചില ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ തയ്യാറാവണം. ഇത് ഒരു വ്യക്തിക്ക് വേണ്ടി അല്ല, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഈ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിനും ഇതിന്റെ ഭാവിക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നരേന്ദ്രമോദി, ആ മനുഷ്യന് 77 വയസ്സായി, നിതിൻ ഗഡ്കരിക്ക് നല്ല പ്രായമുണ്ട്. ഇവരൊന്നും ഇനി എന്തായാലും 100 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഒന്നും ബെനിഫിറ്റ് എടുക്കാൻ പോകുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇവരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പല ഭരണാധികാരികളും തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇന്നത്തെ തലമുറയാണ് അതിന്റെ ഗുണം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത്. അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ ഈ പെട്രോളിൽ എഥനോൾ കലർത്തിക്കൊണ്ട് പെട്രോൾ ഇറക്കുമതി കുറയ്ക്കുന്നതിനാണ് ട്രൈ ചെയ്യുന്നത്. അതായത് എത്ര കാലം മറ്റു രാജ്യങ്ങൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രിക് വാഹനം കൊണ്ടുവരണ്ടെന്ന് നിങ്ങൾ പറയോ? ഇലക്ട്രിക് വാഹനങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മൾ കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ നിർത്തേണ്ട ഒരു കാലത്തിലോട്ടാണ് പോകുന്നത്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ ആ സാധനം ഇല്ല. പെട്രോളും ഡീസലും ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ നമുക്കിവിടെ കഴിയില്ല, ഇറക്കുമതി ചെയ്യാനേ പറ്റുള്ളൂ. രണ്ട്, ഇതുണ്ടാക്കുന്ന പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. E20 പെട്രോളിനെതിരെ സമരം ചെയ്യുന്ന മനുഷ്യർ തന്നെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പരിസ്ഥിതിയെക്കുറിച്ച് വാചാലരാവുന്നത്. നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിനെ എതിർക്കുന്നത് പരിസ്ഥിതി പ്രശ്നം പറഞ്ഞുകൊണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും കാരണം ഉണ്ടാവുന്ന ഈ മലിനീകരണം, നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത്, നമ്മളൊരു മല ഇടിക്കുന്നതോ അല്ലെങ്കിൽ പുഴ നികത്തുന്നതോ അല്ലെങ്കിൽ വയൽ നികത്തുന്നതോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്നതിന്റെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആഘാതമാണ് ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന മാരകമായ ഒരു അവസ്ഥയെ നമ്മൾ നേരിടേണ്ട ഒരു കാലത്തിലേക്ക് പോവാണ്. അവിടെ രണ്ട് പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ഇന്ധനങ്ങളിലേക്ക് നമ്മൾ മാറണം. രണ്ട്, നമുക്കിതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് പുറത്തു വരണം. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിയുന്നതിനും ഡോളറിന്റെ മൂല്യം ഉയരുന്നതിനുമെല്ലാം പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. പെട്രോളിൽ കലർത്തുന്ന ഓരോ ലിറ്റർ എഥനോളും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന അസംസ്കൃത എണ്ണയുടെ അളവിൽ നേരിട്ടാണ് കുറവ് വരുത്തുന്നത്. എഥനോൾ മിശ്രിതം 20% ഉയർത്തുന്നതിലൂടെ പ്രതിവർഷം 1000 കോടി മുതൽ 1900 കോടി വരെ ഡോളർ, അതായത് 80,000 കോടി മുതൽ 1.5 ലക്ഷം കോടി വരെ വിദേശ നാണ്യം ലാഭിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും. ഈ പണം വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്നതിന് പകരം സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിൽക്കും. വിദേശ എണ്ണയെ അമിതമായി ആശ്രയിക്കുന്നത് മൂലം മധ്യപൂർവേഷ്യൻ യുദ്ധങ്ങൾ, ചെങ്കടലിലെ ഗതാഗത തടസ്സങ്ങൾ, ഒപെക് രാജ്യങ്ങൾ ഉൽപാദനം കുറയ്ക്കൽ എന്നിവ സംഭവിക്കുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിന്റെ വില ഉയരുന്നതിനെ തടയുവാനും പണപ്പെരുപ്പം കൂട്ടുന്നതിനെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. നമ്മൾ ഈ E20 പോലുള്ള പെട്രോളുകൾ ഉപയോഗിച്ചാൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എഥനോൾ ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കും. പെട്രോൾ ആവശ്യകതയുടെ 20% പ്രാദേശിക കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും വിതരണ തടസ്സങ്ങളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മളെ സഹായിക്കും. വിദേശത്ത് നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ ആ പണം രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ E20 പദ്ധതിയിലൂടെ ഈ തുക ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ മേഖലയിലേക്ക് നേരിട്ടെത്തുന്നു. കരിമ്പ്, ശർക്കരപ്പാവ്, ചോളം, മിച്ചധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് നമ്മൾ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എഥനോൾ ശേഖരണത്തിലൂടെ ഏകദേശം 1.25 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്കും പഞ്ചസാര മില്ലുകൾക്കും നേരിട്ട് ലഭിക്കും. വ്യാവസായിക വളർച്ചയും വളരെ പ്രധാനമാണ്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മേഖലകളിൽ 200-ലധികം എഥനോൾ ഡിസ്റ്റിലറികൾ സ്ഥാപിച്ചതിലൂടെ ധാരാളം പ്രാദേശിക തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അപ്പം നമ്മുടെ രാജ്യത്തിന് എഥനോൾ പെട്രോൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പിന്നെ തീർച്ചയായും പലരും പറയുന്നത് പോലെ ഈ പഴയ വാഹനങ്ങൾക്ക് ഈ എഥനോൾ അടങ്ങിയ പെട്രോൾ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന തകരാറുകൾ, അതാണ് പലരും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. വാഹന നിർമ്മാതാക്കളെ എല്ലാവരും ഇതിനോട് സഹകരിക്കാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അതായത് 2023 ഏപ്രിൽ മുതൽ പുറത്തിറങ്ങിയ പുതിയ വാഹനങ്ങൾ E20 പെട്രോൾ ഉപയോഗിക്കാൻ അനുയോജ്യമായ വാഹനങ്ങളാണ്. ആ രീതിയിലാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് പഴയ കാറുകളും ഇരുചക്ര വാഹനങ്ങളും ചിലപ്പോൾ E10 അല്ലെങ്കിൽ E15 വരെയൊക്കെ ഉള്ള പെട്രോൾ ഉപയോഗിക്കാൻ മാത്രം കഴിയുന്നവയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആക്ഷേപം. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു നല്ല കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അടുത്ത് വീണ്ടും E20യും E30യും E50യും ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടാവണം. പിന്നെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ കാറ്റഗറിയിലുള്ള പെട്രോളും സമൂഹത്തിൽ അവൈലബിൾ ആയിരുന്നാൽ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. അതല്ലാതെ E20യെ തന്നെ വേണ്ട എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ ഗൾഫ് യുദ്ധം തുടങ്ങി, പെട്രോളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ച് ഓടിക്കുമോ വണ്ടി? ഈ കടന്ന് E20 വേണ്ടാന്ന് മൊഴിയുന്നവര്, പാകിസ്ഥാനിലൊന്നും പെട്രോൾ തന്നെ ഇല്ലായിരുന്നു, ശ്രീലങ്കയിൽ ഇല്ലായിരുന്നു, ബംഗ്ലാദേശിൽ ഇല്ലായിരുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യയിലാണ് അതിനൊരു തടസ്സവുമില്ലാതെ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴെന്താ അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങുകയാണ്. യുക്രൈനും ഇറാനും തമ്മിലും ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധം അങ്ങ് നീണ്ടുപോകുന്നു എന്ന് കരുതുക. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു തുള്ളി എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഈ E20 വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ അപ്പൊ എന്ത് ചെയ്യും? വണ്ടിയിൽ പച്ചവെള്ളം ഒഴിച്ച് ഓടിക്കോ?
അപ്പോൾ E20 എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയും. അപ്പോൾ E20 എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് വേണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിയുമില്ല. പിന്നെ ഇന്ത്യ അത് നടപ്പിലാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരായിരിക്കും? എണ്ണ കച്ചവടക്കാരായിട്ടുള്ള രാജ്യങ്ങളായിരിക്കും. നമ്മൾ E20യും E30യും E50 ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് സാധനം വാങ്ങുന്നത് കുറയും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു കസ്റ്റമർ ആണല്ലോ നമ്മൾ. നമ്മുടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പദ്ധതിയെ തടയാനായിട്ട് വിദേശ ശക്തികൾ ശ്രമിക്കും. അപ്പൊ അതിന് നമ്മുടെ രാജ്യം എന്തായാലും നിന്നു കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ വല്ല പാറ്റയോ പഴുതാരയോ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ, മെജോറിറ്റി ജനങ്ങൾ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഇന്നത്തെ ചില ലാഭത്തിനെ കുറിച്ചല്ല, നാളത്തെ തലമുറ സുരക്ഷിതമായിട്ട് ഈ ഭാരതത്തിൽ അല്ലെങ്കിൽ ഈ മഹാരാജ്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറ അത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കും. അതുകൊണ്ട് E20 ജനതാ പാർട്ടി മറ്റൊരു CJP ആകുമെന്നൊന്നും ആരും സ്വപ്നം കാണരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.